ആ നീ പറഞ്ഞത് ശരി തന്നെയാ. ചേച്ചി ശരി, ഞാൻ വിളിക്കാവേ. ചേച്ചി രാത്രിയിൽ ആരോടാ ഇങ്ങനെ ഉറക്ക ഫോണിൽ സംസാരിച്ചുകൊണ്ടിരിക്കുന്നത്? സിസ്റ്റർ പവിത്രയോടാ മോനെ. ഓ, പകലിവിടെ വന്നപ്പോഴേ എനിക്കങ്ങനെ കൂടുതലൊന്നും സംസാരിക്കാൻ പറ്റിയില്ലല്ലോ, അതുകൊണ്ട് ഇപ്പൊ വിളിച്ചതാ. ഓനെ പ്രതാപ, എത്ര നല്ല സ്വഭാവമാ പവിത്രയ്ക്ക്. അന്ന് നിന്നെ ശുശ്രൂഷിക്കാൻ വന്നപ്പോഴേ അവരോട് ഒത്തിരി ഒന്നും സംസാരിക്കാൻ എനിക്ക് കഴിഞ്ഞില്ല. അതിന് ഒരു കുറ്റബോധം എനിക്കുണ്ട്. എന്തായാലും ഞങ്ങൾ തമ്മിൽ നല്ല കമ്പനിയായി. കമ്പനിയായെന്ന് വെച്ചാ ഒരു അനിയത്തെ കിട്ടിയ ഒരു സന്തോഷം. കിട്ടിയ അവസരം ഇവര് മാക്സിമം മുതലെടുക്കാണല്ലോ. രാജു, തൽക്കാലം ക്ഷമിക്കേ നിവർത്തിയുള്ളൂ. അന്തിപ്പ അവരുടെ കോർട്ടില. എന്തായാലും ഇത്ര നല്ല സ്വഭാവമുള്ളൊരു സ്ത്രീയെ ഞാൻ ഇതുവരെ കണ്ടിട്ടില്ല. അവരെ ഇങ്ങോട്ട് വിളിക്കാൻ നമ്മൾ ഇത്തിരി വൈകിപ്പോയി. എന്തായാലും അവർക്കൊരു ട്രീറ്റ് കൊടുക്കാതെ വിട്ടത് മോശമായിപ്പോയി. പവിത്ര അത്തരത്തിലുള്ള സ്ത്രീ അല്ലേ ചേച്ചി. അവരങ്ങനെ മറ്റൊരു വീട്ടിൽ പോകാറുമില്ല. അവർക്ക് നമ്മളോട് എന്തോ ഒരു പ്രത്യേകത തോന്നിയിട്ട് അവർ വന്നതാ. അതെ, നിന്റെ ജീവൻ രക്ഷിച്ചതിന്റെ ക്രെഡിറ്റിന്റെ പേരിലൊന്നും അല്ല അവര് വന്നത്. മറ്റു പലരും ആയിരുന്നെങ്കിൽ നമ്മളോട് ആ പേരും പറഞ്ഞ് പലതും കൈപ്പറ്റുമായിരുന്നു. ഇത് അത്ര ഒരു പ്രതിഫലവും അവര് പ്രതീക്ഷിക്കുന്നില്ല. അത് ചേച്ചി പറഞ്ഞ സത്യമാ. അവർക്ക് യാതൊരുവിധ സ്വാർത്ഥ താല്പര്യങ്ങളും ഇല്ല. വളരെ സ്ട്രെയിറ്റ് ഫോർവേഡാ. നമുക്ക് ഇനി അവരെ ഒന്നുകൂടെ വിളിക്കണം. അവര് വരുമെങ്കിൽ വിളിക്കുന്നതിന് നമുക്കെന്താ കുഴപ്പം? അവര് ഒരു നന്മ നമ്മളോട് ചെയ്തവരല്ലേ, മറക്കരുത്. രാജു,